ആസിഡ് കൂടുന്നത് വഴി ഉണ്ടാകുന്ന ഗൗട്ട് അതൊരു അപകടകാരിയാണോ? അല്ലെങ്കിൽ യൂറിക് ആസിഡ് വഴി നമുക്ക് വൃക്കരോഗങ്ങൾ ഉണ്ടാവും? യൂറിക് ആസിഡ് കുറയ്ക്കാനായിട്ട് നമ്മൾ ഇറച്ചിയും മീനും മാത്രം ഒഴിവാക്കിയാൽ മതിയോ? വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഈ യൂറിക് ആസിഡ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തു പോകുമോ? അപ്പോൾ സത്യത്തിൽ എന്താണ് യൂറിക് ആസിഡ്? യൂറിക് ആസിഡ് കുറയ്ക്കാനായിട്ട് നമ്മൾ ഇറച്ചിയും മീനും മാത്രം ഒഴിവാക്കിയാൽ മതിയോ? അതല്ലെങ്കിൽ വേറെ എന്തൊക്കെ ഒഴിവാക്കണം? വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഈ യൂറിക് ആസിഡ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തു പോകുമോ? അല്ലെങ്കിൽ ഈ യൂറിക് ആസിഡ് കൂടുന്നത് വഴി ഉണ്ടാകുന്ന ഗൗട്ട് അതൊരു അപകടകാരിയാണോ? അല്ലെങ്കിൽ യൂറിക് ആസിഡ് വഴി നമുക്ക് വൃക്കരോഗങ്ങൾ ഉണ്ടാവുമോ? ഇതൊക്കെ പൊതുവേ ഉള്ള ഒരു സംശയമാണ് അല്ലേ? ഹായ്, ഞാൻ ഡോക്ടർ സ്വാതി കെ ആർ, QNB ഹെൽത്ത് കെയർ താമരശ്ശേരിയിലെ മെഡിക്കൽ ഓഫീസറാണ്. അപ്പോൾ നമ്മൾ പൊതുവേ കേൾക്കുന്നതാണ് ബ്ലഡ് ടെസ്റ്റ് എടുത്തു, അതിൽ യൂറിക് ആസിഡ് കൂടുതലാണെന്ന്. അപ്പോൾ സത്യത്തിൽ എന്താണ് യൂറിക് ആസിഡ്? നമ്മൾക്കറിയാം, നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ കോശങ്ങളും ദിവസവും എന്ത് ചെയ്യുന്നുണ്ട്, നശിക്കുകയും അതിനനുസരിച്ച് പുതിയത് ഉണ്ടാകുന്നുണ്ടെന്ന്. അപ്പം ഇതുവഴി, ഈ ഒരു പ്രക്രിയ വഴി സത്യത്തിൽ ഉണ്ടാവുന്നതാണ് ഈ ഒരു പ്യൂരിൻസ് എന്ന് പറയുന്നത്. ഈ പ്യൂരിൻസ് വിഘടിച്ചിട്ട് ഉണ്ടാകുന്നതാണ് യൂറിക് ആസിഡ്. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ ഇതൊരു മാലിന്യം മാത്രമാണ്. എന്നാൽ ചില സമയങ്ങളിൽ എന്ത് ചെയ്യും, നമ്മുടെ ശരീരത്തിൽ ഈ ഒരു യൂറിക് ആസിഡ് കൂടുതലായിട്ട് ഉണ്ടാകും. അപ്പം അതായത് നമ്മൾ ഭക്ഷണത്തിൽ ഇപ്പം യൂറിക് ആസിഡ് അല്ലെങ്കിൽ പ്യൂരിൻസ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുകയാണെങ്കിൽ, നമുക്ക് വൃക്കയ്ക്ക് എന്തെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ യൂറിക് ആസിഡ് താനെ കൂടുന്നുണ്ടെങ്കിൽ, അതുമല്ലെങ്കിൽ ഇപ്പം നമുക്ക് അമിതഭാരമോ അതല്ലെങ്കിൽ നമ്മൾ ഡയോററ്റിക്സ് പോലെ എന്തെങ്കിലും മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ, കൂടുതൽ തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ നമ്മൾ പഞ്ചസാര അതല്ലെങ്കിൽ മധുരമായിട്ടുള്ള പാനീയങ്ങൾ, പ്രത്യേകിച്ച് ഫ്രക്ടോസ് ഒക്കെ ഉള്ളത്, ഇതൊക്കെ കഴിക്കുന്നത് വഴി എന്ത് ചെയ്യാം, നമ്മുടെ ശരീരത്തിൽ ഈ ഒരു യൂറിക് ആസിഡ് കൂടാം. പൊതുവേ നമ്മുടെ ശരീരത്തിൽ യൂറിക് ആസിഡ് ഉണ്ടാകും. ആ ഒരു യൂറിക് ആസിഡ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തു പോകുന്നത്, പൊതുവേ മുഴുവനായിട്ട് പോകുന്നതെന്ന് പറയുന്നത് മൂത്രത്തിൽ കൂടെയാണ്. എന്നാൽ അതിൻ്റെ ചെറിയൊരു ശതമാനം നമ്മുടെ മലത്തിൽ കൂടെയും പോകുന്നുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലെ രക്തത്തിൽ എന്ത് ചെയ്യും, ഈ യൂറിക് ആസിഡ് കൂടും. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് അതിൻ്റെ ഒരു അളവെന്ന് പറയുന്നത് തന്നെ ഒരു 2.5 തൊട്ട് 7 വരെ എന്നൊക്കെയുള്ള രീതിക്കാണ്. അപ്പം ഇതിൽ കൂടുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂറിക് ആസിഡ് കൂടിയെന്ന് നമ്മൾ പൊതുവെ പറയാറുള്ളത്. നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നമുക്ക് അടുത്തായിട്ട് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം അറിയേണ്ടത്. എങ്ങനെയാണ് ഈ യൂറിക് ആസിഡ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ അറിയുക എന്നുള്ളത്. അപ്പോൾ പൊതുവെ നമ്മൾ യൂറിക് ആസിഡ് കൂടിയാൽ നമുക്ക് ഉണ്ടാകുന്ന ഒരു അസുഖമാണ് ഗൗട്ടെന്ന് നമ്മൾ പറയുന്നത്. അപ്പം അതായത് നമ്മുടെ പെരുവിരൽ, കാലിൻ്റെ പെരുവിരലിൽ ജോയിൻസ് ഉണ്ടല്ലോ, സന്ധികൾ, ഇവിടെ എന്ത് ചെയ്യും, ഈ യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ് ആയിട്ട് പോയിട്ട് അടിഞ്ഞുകൂടും. അപ്പം അതുവഴി നമുക്കവിടെ അസഹനീയമായിട്ടുള്ള വേദനയും അതേപോലെ തന്നെ തടിപ്പും വീക്കവും നല്ല ചുവപ്പ് നിറവും ഉണ്ടാകും. പോരാതെ നമുക്ക് ആ ഒരു ഭാഗം ചലിപ്പിക്കാൻ തന്നെ കഴിയാതെ ആകുകയും ക്രമേണ നമുക്ക് തീരെ അസ്വസ്ഥത തന്നെ ഉണ്ടാവുകയും ചെയ്യും. അപ്പം നമ്മൾ ഓർക്കും, ഓക്കെ യൂറിക് ആസിഡ് കൂടുതലാണെന്നുള്ളത്. പക്ഷേ നമുക്ക് ആ ഒരു ആ ഒരു പെരുവിരലിൽ ഈ ഒരു ലക്ഷണം ഉണ്ടെന്ന് വിചാരിച്ച് അത് ഈ ഗൗട്ട് അവിടെ നിന്ന് നിർബന്ധവും ഇല്ല. കാരണം ചിലവർക്ക് ഇപ്പം ഈ ഒരു ലക്ഷണങ്ങൾ ഇല്ലാതെയും എന്ത് ചെയ്യാം, ഗൗട്ട് ഉണ്ടാവാറുണ്ട്. അപ്പം നമുക്കൊരു പരിക്കോ, ഇപ്പം നമ്മുടെ ഈ കാലിൽ ഒരു പരിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അണുബാധയോ അതല്ലെങ്കിൽ എന്തെങ്കിലും സന്ധിവാതം വഴിയൊക്കെ എന്ത് ചെയ്യാം, ഈ ഒരു വേദന നമുക്ക് ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് ഡോക്ടർ നിർദ്ദേശപ്രകാരം മാത്രം നമ്മൾ എന്ത് ചെയ്യുക, ഇതിനൊക്കെ മരുന്ന് കഴിക്കേണ്ടതുമാണ്. ഇനി നമ്മൾ നോക്കുന്നത് ഈ ഒരു ഗൗട്ട് എന്ന് പറയുന്നത് അപകടകാരിയാണോ എന്നുള്ളതാണ്. സത്യത്തിൽ നമ്മുടെ ശരീരത്തിന് അല്ലെങ്കിൽ ഇതെന്ത് ചെയ്യുന്നില്ല, നേരിട്ടൊരു ഹാനിയൊന്നും വരുത്തുന്നില്ല. പക്ഷേ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ ഈ ജോയിൻസ് പയ്യെ എന്ത് ചെയ്യും, കേടുപാടുകൾ സംഭവിക്കുകയും പിന്നീട് അത് മറ്റു ഭാഗങ്ങളിലേക്ക് അഫക്റ്റ് ചെയ്യുകയും ചെയ്യും. അതുവഴി നമുക്ക് പിന്നീട് ചലനം തന്നെ ഇല്ലാതായി പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകുന്നതാണ്. കൂടാതെ തന്നെ ചിലവർക്കുണ്ടാകുന്ന ഡൗട്ടാണ്, നമ്മൾ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു യൂറിക് ആസിഡ് കുറയുമോ എന്നുള്ളത്. ഒരുപാട് യൂറിക് ആസിഡിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ അതിന് പറ്റത്തില്ല. പക്ഷേ നമുക്ക് യൂറിക് ആസിഡ് നമ്മളെ രക്തത്തിൽ നിന്ന് ഒഴിവാക്കാൻ ഈ വെള്ളം കുടിക്കുന്നത് വഴി നമ്മളെ സഹായിക്കുന്നതുമാണ്. അതേപോലെ തന്നെ കുറച്ച് പേർക്ക് ഉണ്ടാകുന്ന സംശയമാണ്, യൂറിക് ആസിഡ് കാരണം നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് എന്തെങ്കിലും പ്രശ്നം വരുമോ, അതല്ലെങ്കിൽ രക്തസമ്മർദ്ദം കൂടുമോ എന്നൊക്കെ ഉള്ളത്. സത്യത്തിൽ യൂറിക് ആസിഡ് മാത്രമല്ല അതിന് കാരണം, പക്ഷേ യൂറിക് ആസിഡ് എന്താണ്, ഒരു കാരണമാണ്. നമ്മൾ അമിതമായിട്ടുള്ള വണ്ണം, അതല്ലെങ്കിൽ നമുക്ക് കൊളസ്ട്രോള്, ടൈപ്പ് 2 ഡയബറ്റീസ്, സന്ധിവാതം, മറ്റുള്ള അസുഖങ്ങളൊക്കെ വഴി നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ രക്തസമ്മർദ്ദം കൂടുകയും അല്ലെങ്കിൽ ഹൃദയാരോഗ്യത്തിനൊക്കെ ഇതെന്ത് ചെയ്യുന്നുണ്ട്, അഫക്റ്റ് ചെയ്യാവുന്നതുമാണ്. ഇനി നമ്മൾ നോക്കേണ്ടത് ഏതൊക്കെ ഭക്ഷണങ്ങൾ വഴിയാണ് നമുക്ക് ഈ ഒരു യൂറിക് ആസിഡ് നമ്മുടെ ശരീരത്തിൽ കൂടുന്നതെന്നുള്ളതാണ്. അപ്പം ഒന്നാമതായിട്ട് നമ്മൾ പറയുന്നത് നമ്മുടെ കരൾ പോലത്തെ മാംസങ്ങളാണ്. അപ്പോൾ കരൾ ഒരു അവയവ മാംസമാണല്ലേ, നമുക്കതറിയാം. അപ്പം ഇതിലെന്തുണ്ട്, ധാരാളം പ്യൂരിൻസ് ഉണ്ട്. ഈ പ്യൂരിൻസ് വിഘടിക്കുന്നത് വഴിയാണ് നമ്മൾ പറഞ്ഞു യൂറിക് ആസിഡ് ഉണ്ടാവുന്നതെന്ന്.
അതുകൊണ്ട് തന്നെ ഈ ഒരു കരൾ പോലത്തെ ഭക്ഷണങ്ങൾ നമ്മൾ കഴിയുന്നതും ഒഴിവാക്കുന്നതാണ് നല്ലത്. അതേപോലെ നമ്മൾ സ്ഥിരമായി കേൾക്കുന്നതാണ് ഇറച്ചിയും മീനും ഒഴിവാക്കണം യൂറിക് ആസിഡ് ഉള്ളവരെന്ന്. പക്ഷേ എല്ലാ ഇറച്ചിയും നമ്മൾ ഒഴിവാക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് റെഡ് മീറ്റാണ് നമ്മൾ ഒഴിവാക്കേണ്ടത്. അതായത് ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ ബീഫ്, നമ്മൾ പശു ഇറച്ചി എന്ന് പറയും, പോർക്ക് പന്നി ഇറച്ചി, മട്ടൺ ആട്ടിറച്ചി, ഇതൊക്കെയാണ് നമ്മൾ കാര്യമായ ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കേണ്ടത്. അതേപോലെ നമ്മൾ ഒഴിവാക്കേണ്ടതെന്നാണ് നമ്മുടെ മത്സ്യങ്ങൾ. ഉദാഹരണത്തിന് നമ്മൾ സ്ഥിരമായി കഴിക്കുന്ന മത്തി, അയല, അതേപോലെ ചാള, നെത്തോലി, ഇതിലൊക്കെ എന്തുണ്ട്, കൂടുതലായിട്ട് ഈ ഒരു പ്യൂരിൻസ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മളെ കടൽ വിഭവങ്ങളായിട്ടുള്ള ഞണ്ട്, ചെമ്മീൻ, പിന്നെ നമ്മുടെ ചിപ്പി വർഗ്ഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിലൊക്കെ എന്താണ്, ഈ ഒരു പ്യൂരിൻസ് കൂടുതലാണ്. നമുക്ക് മീനുകൾ കഴിക്കണം എന്നുള്ളവരാണെങ്കിൽ നമുക്ക് ആവോലി അല്ലെങ്കിൽ ട്യൂണയൊക്കെ പോലത്തെ മീനുകൾ നമുക്ക് കഴിക്കാവുന്നതാണ്. പക്ഷേ എങ്കിൽ പോലും അതൊക്കെ ആഴ്ചയിൽ 1-2 തവണയൊക്കെ നമ്മളിത് കഴിക്കാൻ പാടുള്ളൂ. അടുത്തായിട്ട് നമ്മൾ ഒഴിവാക്കേണ്ടതെന്ന് പറയുന്നത് മധുര പലഹാരങ്ങൾ അല്ലെങ്കിൽ മധുര പാനീയങ്ങളാണ്, പ്രത്യേകിച്ച് ഫ്രക്ടോസ് ഉള്ളവ. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ഫ്രക്ടോസ് വിഘടിക്കുകയും അതിൽ നിന്ന് പ്യൂരിൻസ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഈ പ്യൂരിൻസ് ആണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ യൂറിക് ആസിഡ് നമ്മളെ ശരീരത്തിൽ കൂട്ടാൻ കാരണമാവുന്നത്. അപ്പം ഇത് നമ്മൾ എനർജി ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ട്, എനർജി ഡ്രിങ്ക്സിൽ അതേപോലെ നമ്മുടെ ഫ്രൂട്ട് ജ്യൂസ്, ഇവയിലൊക്കെ എന്താണ് ഈ ഒരു ഫ്രക്ടോസ് ആണ് അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുക, കഴിവതും ഒഴിവാക്കുക. അടുത്തതെന്ന് പറയുന്നത് ബിയറാണ്. ബിയർ നമുക്കറിയാം അല്ലേ, അതിൽ ധാന്യങ്ങളും അതേപോലെ ഈസ്റ്റും ഇട്ടിട്ടാണ് നമ്മൾ ഈ ബിയർ ഉണ്ടാക്കുന്നത്. അപ്പം ആ ഒരു ഈസ്റ്റിൽ എന്തുണ്ട്, ഈ ഒരു പ്യൂരിൻസ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അപ്പോൾ ഒരു പരിധി വരെ നമ്മൾ ഈ ഒരു ബിയറും ഒഴിവാക്കുന്നത് എന്ത് ചെയ്യും, ഈ യൂറിക് ആസിഡ് നമ്മുടെ ശരീരത്തിൽ നിന്ന് കുറയ്ക്കാൻ നമ്മളെ സഹായിക്കുന്നതാണ്. പിന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ഭക്ഷണത്തിൽ കൊണ്ടുവരേണ്ട ക്രമീകരണങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഇത് മാത്രം ഫോളോ ചെയ്യാൻ പാടില്ല. എപ്പോഴും നമ്മൾ ഡോക്ടേഴ്സിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രം നമ്മൾ എന്ത് ചെയ്യുക, മരുന്ന് കഴിക്കുകയും നമ്മുടെ ജീവിതശൈലിയിലൊക്കെ മാറ്റം വരുത്തുകയും ചെയ്യേണ്ടതാണ്. ഈ ഗൗട്ട് എങ്ങനെയാണ് നമ്മുടെ വൃക്കകളെ ബാധിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അപ്പം നമ്മൾ പറഞ്ഞു അല്ലേ, യൂറിക് ആസിഡ് അത് ക്രിസ്റ്റൽസ് ആയിട്ടാണ് ഉണ്ടാവുന്നത്. അത് പിന്നീട് എന്ത് ചെയ്യും, കല്ലുകളായിട്ട് രൂപാന്തരപ്പെടും. ഈ കല്ലുകൾ നമ്മളുടെ ഈ വൃക്കയിലും നമ്മുടെ യൂറിൻ പോകുന്ന ഭാഗങ്ങളിലൊക്കെ ആയിട്ട് എന്ത് ചെയ്യും, എവിടെയെങ്കിലും കുടുങ്ങിയിരിക്കുകയാണ് ചെയ്യുന്നത്. ഇതുവഴി നമുക്ക് എന്ത് ചെയ്യും, അസഹനീയമായ നടുവേദന, അതായത് പുറത്തുനിന്ന് മുന്നിലോട്ടേക്ക് ഉണ്ടാകുന്ന ഒരു വേദനയും, മൂത്രത്തിൽ രക്തം വരുന്നതും അല്ലെങ്കിൽ മൂത്രമൊഴിക്കുമ്പോൾ ബുദ്ധിമുട്ട്, ഛർദി, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യും, ഉണ്ടാകുന്നതുമാണ്. നിങ്ങൾക്ക് ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധപ്പെട്ട് സംശയങ്ങളോ കൂടുതൽ അറിയാനോ എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.